അടുത്ത വാർത്തയിലേക്ക് പോയാൽ അധ്യാപികമാർ അറസ്റ്റിലായ വടകര MDMA കേസിൽ കൂടുതൽ തെളിവുകൾ തേടിയ SIT. പ്രതികളായ അധ്യാപികമാർക്കെതിരെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നിലവിൽ പ്രതികൾക്ക് ലഹരി സംഘവുമായി ബന്ധമുണ്ടെന്ന് സ്ഥാപിക്കാൻ സാമ്പത്തിക ഇടപാട് മാത്രമാണ് പോലീസിന്റെ കയ്യിലുള്ള പ്രധാന തെളിവ്. എന്നാൽ കേസ് നിലനിൽക്കാൻ ഇതുമാത്രം മതിയാവില്ലെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് പ്രതികളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചവരെയും പ്രതികളുടെ അക്കൗണ്ടിൽ നിന്ന് പണം പോയ ബാങ്ക് അക്കൗണ്ടുകളും കേന്ദ്രീകരിച്ച് SIT അന്വേഷണം ഊർജിതമാക്കിയത്. സിനോ തോമസ് ഉണ്ട് വിശദാംശങ്ങളുമായി. സിനോജ്, ഇവരുടെ പിന്നിൽ വലിയൊരു ലഹരി ശൃംഖല ഉണ്ടെന്നുള്ളത് അന്വേഷണ സംഘം ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവരിലേക്ക് എത്തിച്ചേരണം, മുഖ്യ കണ്ണിയിലേക്ക് അടക്കം അന്വേഷണ സംഘത്തിന് എത്തിച്ചേരേണ്ടതുണ്ട്. അതിലിപ്പോൾ സാമ്പത്തിക ഇടപാടുകൾ മാത്രമാണ് ഒരു പ്രധാന തെളിവായിട്ടുള്ളത്. അപ്പോൾ മറ്റു പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിക്കാൻ എങ്ങനെയാണ് പോലീസിന്റെ നീക്കം? റോഷനി, കീർത്തന, അതായത് കോടതിയിൽ ചെല്ലുമ്പോൾ കേസ് നിലനിൽക്കണം. വെറും സാമ്പത്തിക ഇടപാട് എന്ന് പറഞ്ഞുകൊണ്ട് പോയാൽ ലഹരി കേസ് അവിടെ നിലനിൽക്കാനുള്ള സാധ്യതയില്ല. പ്രതികൾ ചിലപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് വന്നേക്കാം. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതൽ ശക്തമായ തെളിവുകൾ, ശാസ്ത്രീയ തെളിവ് ഉൾപ്പെടെ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം ഉള്ളത്. നിലവിൽ 3 അധ്യാപികമാർ ഉൾപ്പെടെ 5 പേരാണ് കേസിൽ അറസ്റ്റിലായത്. വടകരയിൽ നിന്ന് 2 ഗ്രാം MDMA പിടിച്ച കേസിൽ നിന്നാണ് ഈ ഇത്രയും വലിയ ശൃംഖലയിലേക്ക് നീണ്ട അന്വേഷണം പോയിരിക്കുന്നത്. ഈ പിടിയിലായ അധ്യാപികമാരുടെ അക്കൗണ്ടുകളിലേക്ക് ലക്ഷങ്ങളാണ് വന്നത്. കണ്ണൂർ ഇരിട്ടിയിൽ നിന്ന് പിടികൂടിയ ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ മാത്രം 1 കോടി രൂപയ്ക്ക് അടുത്താണ് തുക വന്നിരിക്കുന്നത്. ഈ തുക മുഴുവൻ ഇടപാട് നടത്തിയത് ലഹരി ഇടപാടിനാണെന്ന് പോലീസിന് തെളിയിക്കേണ്ടതുണ്ട്. ഇവരുടെ ഫോൺ രേഖകളും ബാങ്ക് രേഖകളും പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരൊക്കെയാണ് ഇവരുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത്, തുടർച്ചയായിട്ട് അയച്ച ആളുകൾ ആരൊക്കെയാണ്, അതിൽ എത്ര പേർ ലഹരി കേസിൽ ഇതിനോടകം തന്നെ പിടികൂടിയ ആളുകളുണ്ട്, അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട എത്ര പേരുണ്ട്, ഈ അധ്യാപികമാരും ഈ പ്രതികളും ആർക്കൊക്കെയാണ് ഈ പണം കൈമാറിയത്, അവരുമായുള്ള ബന്ധം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി തന്നെ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ട് പോലീസ് പരിശോധിച്ചു വരികയാണ്. ഒപ്പം തന്നെ ഇവരുടെ വിദേശ ബന്ധങ്ങൾ, ചില വിദേശ നമ്പറുകൾ ഉപയോഗിച്ച് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നു. ഒരു അധ്യാപിക വിദേശത്ത് യാത്ര നടത്തിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അത് എന്തിനു നടത്തി, വിദേശ ബന്ധം ഏതെങ്കിലും ഇതിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. അതുമാത്രമല്ല കേരളത്തിന് പുറത്തേക്കും ഇവർക്ക് ബന്ധമുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കും. വയനാട് സ്വദേശി പോലീസിന് സംശയമുണ്ടായിരുന്നു. ഈ ശൃംഖല ഇത് കണ്ണികളായിട്ടാണ് പോകുന്നത്. അടുത്ത കണ്ണി 6ാമൻ ആരാണ് എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഉറവിടത്തിൽ പോയി മൊത്തം ആളുകളെയും പിടിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ ഈ അധ്യാപികമാരെ ഒരുമിച്ച് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനുള്ള നീക്കവും അന്വേഷണ സംഘം നടത്തുകയും ചെയ്യുന്നുണ്ട്. റോഷ്നി, കീർത്തന. യെസ്, അതാണ് ഈ പണം എവിടേക്ക് പോയി, എവിടെ നിന്ന് വന്നു എന്നുള്ള അക്കൗണ്ടുകളൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പ്രതികളിലേക്ക് എത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സിനോജ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.